നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉള്ളിത്തോല് കിട്ടുന്നത് നമ്മൾ കത്തിച്ച് കളയരുത്. അതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ ഏറെ പ്രയോജനകരമായ ഒരു സംഗതിയാണ്. ഈ ഉള്ളിത്തോലെന്ന് പറഞ്ഞാൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. NPK വളം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഉള്ളിത്തോല്. ഉള്ളിത്തോലിൽ കൂടുതലും നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്, പിന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. തോല് ഇങ്ങനെ കറ്റാർ വാഴയുടെ ചുവട്ടിൽ നിന്ന് ഇച്ചിരി മാറ്റി അങ്ങോട്ട് 4 ചുറ്റും വാരിയിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാൽ നല്ല സൂപ്പറായിട്ട് വളം നല്ലതുപോലെ ഫ്രഷായിട്ട് കറ്റാർ വാഴ നിൽക്കുകയും ചെയ്യും, നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. ഞാൻ ഉള്ളിത്തോല് അത് കത്തിച്ച് കളയത്തില്ല. അത് ഈ ഉള്ളി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ നിന്ന് ഇടഞ്ഞു വാരി ഉള്ളിത്തോല് സെപ്പറേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഈ ചെടികളുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അത് തണ്ടിൽ നിന്ന് ഇച്ചിരി മാറ്റിയിട്ട് ഇടാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ ഉള്ളിത്തോലൊക്കെ ഭയങ്കര ചൂടുള്ള സാധനമാണ്. സീസണിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചൂട് സമയത്തൊക്കെ ഉള്ളിത്തോൽ ഇങ്ങനെ ഇട്ടാൽ വൈകിട്ട് കുറഞ്ഞെങ്കിലും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അവനവരുടെ ചൂട് തട്ടി ഈ തണ്ട് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ളിത്തോലിട്ട് ഇച്ചിരി വെള്ളം കോരി ഒക്കെ ഒഴിക്കുക. മനുഷ്യനായാലും ഉള്ളി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തണുപ്പിന് ഉൾപ്പെടെ ഈ ഉള്ളി നമ്മുടെ കറികളിലെല്ലാം ഉള്ളി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ചെടികൾക്കായാലും മറ്റ് കൃഷികൾക്കായാലും ഉള്ളിത്തോല് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് എല്ലാം ആരോഗ്യത്തോടെ വളരുവാൻ ഈ ഉള്ളിത്തോല് ഏറ്റവും നല്ലതാണ്. മേൽമണ്ണൊന്ന് മാന്തിയിട്ട് ഉള്ളിത്തോലിട്ടിട്ട് ഇച്ചിരി മണ്ണോടിട്ടാൽ ഏറ്റവും നല്ലതാണ്. ഉള്ളിത്തോല് കത്തിച്ച് കളഞ്ഞാൽ അതങ്ങ് ചാരമായിട്ട് പോകത്തില്ല. ആ ചാരം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതിനൊക്കെ ഇങ്ങനെ അടിസ്ഥാന വളമായിട്ട് ചെടിയുടെ വഴിയിലും കൃഷിയായാലും അങ്ങ് കടന്നോളും. അത് അഴുകി അത് നൈട്രജൻ കുറേശ്ശെ പിടിച്ചെടുത്ത് നല്ല ആരോഗ്യത്തോടെ വളരും. ചെടിയായാലും വാഴ കൃഷിയായാലും മറ്റ് കൃഷികളായാലും. മറ്റു ചിലരാകട്ടെ ഈ ഉള്ളിത്തോലെല്ലാം ഒരു ഭരണിക്കകത്തിട്ട് 3-4 ദിവസം വെള്ളം ഒഴിച്ചിട്ട് ആ ചീഞ്ഞ വെള്ളത്തിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളിലോട്ട് സ്പ്രേ ചെയ്താണ് ചിലർ കൊടുക്കുന്നത്. അതുപോലെ വാഴയുടെ ചുവട് മാന്തിയിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളിത്തോള് മാണത്തിൽ നിന്ന് മാറ്റിയിട്ട് കൊടുത്താൽ അതിനും നല്ലതാണ്. അത് ഒരു അടിസ്ഥാന വളമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. ചൂട് സമയത്താണ് ഇച്ചിരി വെള്ളം കൊടുത്തിരുന്നാൽ മതി. അതങ്ങനെ കിടന്ന് അടിസ്ഥാന വളമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. നല്ല കൊല കിട്ടുകയും ചെയ്യും. ഉണ്ടോ? ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇങ്ങനെയുള്ള ടിപ്പുകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് വളരെയധികം നന്ദി. ക്ഷമയോടെ.